എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നൊരു നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഒരുപാട് നന്മകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പ്രത്യേകതയുള്ളൊരു പ്രാക്ടീസാണ് കേട്ടോ. പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ പലർക്കും പലതരത്തിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും അല്ലേ. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മുൻകൈ എടുക്കുമ്പോൾ അതിൽ വരുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു എനർജി ഒരു ലോ ആകുന്ന ഒരു ഫീലിംഗ്, എത്ര തന്നെ ലോ ഓഫ് അട്രാക്ഷൻ അത് പ്രാക്ടീസ് ചെയ്താലും അതിന് വേണ്ടത്ര ഫലം കിട്ടാത്ത പോലത്തുള്ള ഫീലിങ്സ് ഒക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മൂഡ് സ്വിങ്സ് ഒക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാകാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഡൗൺ ആകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ദിവസമൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യുക എന്നുള്ളത്. ഓറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചുറ്റും എപ്പോഴും ഒരു എനർജി ഫീൽഡ് നമ്മളെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കവർ ചെയ്യുന്ന എനർജി ഫീൽഡ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ക്ലീൻ ആക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ ഫലം കിട്ടുകയുള്ളൂ. മാനിഫെസ്റ്റേഷൻസ് വളരെ പെട്ടെന്ന് നടക്കാനും, ചിലരെ കാണുമ്പോൾ നമുക്കറിയാം വളരെ ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കും. അവർ ചെയ്യുന്നതൊക്കെ സക്സസ്ഫുള്ളും ആയിരിക്കും. കാരണം അവരുടെ ഓറ എന്ന് പറയുന്നത് അത്രയ്ക്ക് പവർഫുള്ളായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അവർക്ക് വേഗം എല്ലാ കാര്യങ്ങളും അവരാഗ്രഹിക്കുന്ന രീതിയിൽ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കും പരിശ്രമിച്ചാൽ നമ്മുടെ ഓറ എപ്പോഴും നമുക്ക് ക്ലീനായിട്ട് തന്നെ ക്ലെൻസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. അതിന് നമ്മൾ ചെറിയൊരു പ്രാക്ടീസ് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പം ഇന്നത്തെ പ്രാക്ടീസാണ് ഓറ ക്ലെൻസിങ് പ്രാക്ടീസ് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും ചെയ്തിരിക്കണം. മിനിമം ഒരു 1 വീക്കിലൊരിക്കൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അമിതമായ സ്ട്രെസ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ദിവസമൊക്കെ നിങ്ങൾക്ക്, ഇപ്പോൾ ബിസിനസ് ഡീലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഡീലോ ഒരു ക്ലയൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മീറ്റിംഗോ ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ പ്രാക്ടീസ് ഒന്ന് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സക്സസ്ഫുൾ ആയിരിക്കും ആ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഓറ ക്ലെൻസിങ് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ ഓറ ക്ലെൻസിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാദങ്ങൾ എപ്പോഴും നമ്മൾ ഗ്രൗണ്ടിൽ സ്പർശിച്ച് വേണം ഇരിക്കാനായിട്ട്. കാരണം നമ്മുടെ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കുന്നത് അതും ഒരു പ്രാക്ടീസാണ്. ഗ്രൗണ്ടിങ് എന്ന് പറയും കേട്ടോ. നമ്മുടെ എനർജി തുല്യമായി നമ്മുടെ എർത്തിലോട്ട് പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗ്രൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ കാലുകൾ, നിങ്ങളിപ്പോൾ ചെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ പാദം നമ്മുടെ ഭൂമിയിൽ സ്പർശിക്കത്തക്ക രീതിയിലായിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ കണ്ണുകളടച്ച് ഒരു 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക കേട്ടോ. 3 ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം നിങ്ങൾ വിചാരിക്കുക, നമ്മുടെ ഓറ എന്ന് പറയുന്നത് അതൊരു ഒരു ലൈറ്റ് പോലെ നമ്മുടെ ഫുൾ ബോഡിയെ കവർ ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ വേണം നമ്മളതിനെ സങ്കല്പിക്കാൻ. അപ്പോൾ നിങ്ങൾ ഒരു പ്രകാശം നമ്മുടെ ഫുൾ ബോഡിയെ ഇങ്ങനെ ആവരണം ചെയ്യുന്നതായിട്ടും, നമ്മുടെ പാദം വഴി നെഗറ്റീവ് എനർജീസ് എല്ലാം ഭൂമിയിലേക്ക് പോയിക്കൊള്ളുന്നതായിട്ട് നമ്മൾ ഫസ്റ്റ് ഇമാജിൻ ചെയ്യുക കേട്ടോ. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും ഇങ്ങനെ ഭൂമിയിലോട്ട് ഗ്രൗണ്ടിങ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ശേഷം നമ്മൾ നമ്മുടെ ഓറയെക്കുറിച്ച് തിരിച്ചറിയണം കേട്ടോ. നമ്മുടെ ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഓറ എന്ന് പറയുന്ന അതിശക്തമായ എനർജി ഫീൽഡിനെ ഫസ്റ്റ് നമ്മൾ സെൻസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു വെളിച്ചം ഇങ്ങനെ വന്ന് നിറയുകയാണ്. അതൊരു വൈറ്റ് ലൈറ്റായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക കേട്ടോ. ആ വൈറ്റ് ലൈറ്റ് നിങ്ങളുടെ ഫുൾ ബോഡി, നിങ്ങളുടെ ഹെഡ് മുതൽ നിങ്ങളുടെ പാദം വരെ ഫുൾ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ബോഡി കവർ ചെയ്തിട്ടുണ്ട് ആ ഓറ എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ നല്ല വെളിച്ചം, നല്ല ഗോൾഡൻ ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് കൊണ്ടാണ് കേട്ടോ നിങ്ങളെ ഫുൾ ബോഡി അത് കവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് അതിനൊന്ന് നിരീക്ഷിക്കുക. നിങ്ങളുടെ ബോഡിയെ കവർ ചെയ്തിരിക്കുന്ന ആ ഒരു വൈറ്റ് ലൈറ്റിനെ നന്നായിട്ട് നിരീക്ഷിക്കുക. ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ളിലിരുന്ന് പുറത്തേക്കുള്ള കാര്യങ്ങളും നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ വെളിച്ചത്തിൽ. അത്രയ്ക്ക് പ്യുവറായിട്ടുള്ള ഒരു വൈറ്റ് ലൈറ്റാണ് നിങ്ങളിപ്പോൾ പൊതിഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഓറയിൽ എന്താണ്, ആ ലൈറ്റ് ഫുള്ളായിട്ട് കുറച്ച് കറുത്ത സർക്കിൾസ് കാണാറുണ്ട്. ചില പാടുകൾ പോലെ കറുത്ത പാടുകൾ അങ്ങിങ്ങ് കാണുന്നുണ്ട് കേട്ടോ. ആ കറുത്ത പാടുകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന നെഗറ്റീവ് ഫീലിങ്സ്, നിങ്ങളുടെ വിഷമം, അതുപോലെ നിങ്ങൾ നേരിട്ടിട്ടുള്ള നിങ്ങളുടെ ഫെയിലിയേഴ്സ്, അതിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, നിങ്ങളോടില്ലാത്ത നിങ്ങളുടെ സെൽഫ് ലവ്, ഇതൊക്കെയാണ് ആ കറുത്ത പാടുകളായിട്ട് നമ്മുടെ ആ ലൈറ്റ് ഫീൽഡിൽ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നമുക്കിതൊക്കെ മാറ്റിക്കളഞ്ഞാൽ മാത്രമേ നമ്മുടെ ഓറ വളരെ എനർജറ്റിക്കായിട്ടും പവർഫുള്ളായിട്ടും മാറുകയുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ അതിവേഗം അട്രാക്റ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ കേട്ടോ.
അപ്പം നമ്മളിനി എന്താണ് ഓറ ക്ലീനിങ് വിഷ്വലൈസേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഓറ ക്ലീനിങ് വിഷ്വലൈസേഷന് ഇപ്പോൾ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് എന്താണ് ഒരു വൈറ്റ് ലൈറ്റ് കൊണ്ട് മൂടിയിരിക്കുകയാണ് അല്ലേ, ഫുൾ കവേർഡാണ്. അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിൽ നിന്നും ഒരു പ്രകാശം വന്ന് ഫസ്റ്റ് നമ്മുടെ തലയിൽ പതിച്ച് അവിടെ നിന്ന് നമ്മുടെ കഴുത്തിനെ സ്പർശിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തി നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ, ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആ പ്രകാശം എങ്ങനെയാണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സിൽ നിന്നും, ഫസ്റ്റ് നമ്മുടെ ഓറയിൽ സ്പർശിച്ച് അവിടെ നിന്ന് ഹെഡ് വഴി നെക്ക് വഴി നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഹാർട്ടിലെത്തിയ ആ ലൈറ്റ് നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്, വളരെ നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ പ്രകാശം എന്താണ് പതിയെ നമ്മുടെ ഓറയിലുള്ള ഓരോരോ കറുത്ത പാടുകളെയും സ്പർശിക്കുന്നുണ്ട് കേട്ടോ. ആ ഓറയിലെ ഓരോ കറുത്ത പാടുകളെയും സ്പർശിക്കുന്നുണ്ട്. സ്പർശിച്ച ആ സമയത്ത് തന്നെ ആ കറുത്ത പാടുകൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലൈറ്റ് ആ കറുത്ത പാടുകൾ അത്രയും നീക്കം ചെയ്യുന്നതായി നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താണ് ആ ലൈറ്റ് നിങ്ങളോടായി പറയുകയാണ്, ഇതെല്ലാം ഞാൻ നിന്നിൽ നിന്നും എടുക്കുകയാണ്, നീ ഇപ്പോൾ ശുദ്ധനാണ് എന്ന ഓറയോട് ആ ലൈറ്റ് പറയുകയാണ് കേട്ടോ. കാരണം അതിലുള്ള കറുത്ത പാടുകളൊക്കെ യൂണിവേഴ്സിലെ ഡിവൈൻ ലൈറ്റ് വന്ന് എടുത്തു പോയിട്ടുണ്ട്. അതിനുശേഷം എന്താണ് നമ്മുടെ ഓറയെ വളരെ പവർഫുള്ളാക്കി വയ്ക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയേണ്ട അഫർമേഷനാണ്, നിങ്ങൾക്ക് ഒരു പുതിയ എനർജി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓറ ക്ലീൻ ആയ സമയത്ത് നിങ്ങൾക്ക് വളരെ നല്ലൊരു എനർജി ഫീലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വല്ലാത്തൊരു ഉന്മേഷമൊക്കെ ഫീലാകുന്നുണ്ട്. കാരണം നമ്മുടെ ഓറ ഇപ്പോൾ പരിപൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ അഫർമേഷനിലോട്ട് പോവുക. അഫർമേഷൻ ഇതാണ്, എൻ്റെ ഓറ ഇപ്പോൾ ശുദ്ധമാണ്, എൻ്റെ ഓറ ഇപ്പോൾ ശുദ്ധമാണ്, എനിക്ക് ശാന്തതയും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു, എനിക്ക് ശാന്തതയും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. നെഗറ്റീവ് എനർജി എൻ്റെ ശരീരത്തിൽ നിന്നും പരിപൂർണമായി വിട്ടകന്നിരിക്കുന്നു, നെഗറ്റീവ് എനർജി എൻ്റെ ശരീരത്തിൽ നിന്നും പരിപൂർണമായി വിട്ടകർന്നിരിക്കുന്നു. ഞാൻ ഡിവൈൻ എനർജിയുടെ സംരക്ഷണയിലാണ്, ഞാൻ ഡിവൈൻ എനർജിയുടെ സംരക്ഷണയിലാണ്. ഇത് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു അഫർമേഷൻ നിങ്ങൾ ഈ വിഷ്വലൈസേഷനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പറയുക കേട്ടോ. വേണമെങ്കിൽ ഒരു 3 times ഒക്കെ നിങ്ങൾക്ക് പറയാം, അത്രയും ഫീലോടുകൂടി പറയാം കേട്ടോ. ഇനി നമ്മൾ പതുക്കെ കണ്ണുകൾ തുറക്കുക. കണ്ണുകൾ തുറക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഇനിയുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ശരീരം എപ്പോഴും ഒരു ലൈറ്റ് കൊണ്ട് ഒരു ബോൾ പോലെ ഇങ്ങനെ കവേർഡാണ്, എൻ്റെ ഓറയാണത് എന്ന് നിങ്ങൾ അത് തിരിച്ചറിയണം കേട്ടോ. അത് എന്നെ എപ്പോഴും എല്ലാ കാര്യത്തിലും എന്നെ സക്സസ്ഫുൾ ആക്കുകയും എന്നെ എന്താണ് വളരെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമാണെന്ന് നിങ്ങൾ എപ്പോഴും വിശ്വസിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ സങ്കല്പിക്കുക. ഇത് ചിലർ ഈ റേക്കിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർ ഡെയിലി ഒരു എനർജി ബോൾ അവരുടെ ശരീരത്തിലുള്ളതായിട്ട് കരുതി വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ട് അവരുടെ മെഡിറ്റേഷനോടൊപ്പം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുകയും നമ്മുടെ ഓറ വളരെ പവർഫുള്ളായി മാറുകയും ചെയ്യും. ഓരോ ദിവസവും നിങ്ങളിങ്ങനെ ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു ഈ പ്രാക്ടീസ് ഒരു 1 വീക്കിൽ ഒരിക്കൽ നിങ്ങൾ ഫുൾ പ്രാക്ടീസ് ചെയ്യുക. ശേഷം ഡെയിലി ഒരു 5 മിനിറ്റ് ഒന്ന് എവിടെയെങ്കിലും ശാന്തമായിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ ആ ഒരു എനർജി ബോളിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മുടെ ഒരു ഓറയെ നമ്മളൊന്ന് അവെയർനെസ് വേണം, നമുക്കൊരു ഓറ ഉണ്ടെന്നും അതിന് നമ്മളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നെഗറ്റീവ് എനർജീസ് കൊണ്ടോ നെഗറ്റീവ് ഫീലിങ്സ് കൊണ്ടോ ഒന്നും അതിനൊരു എന്താണ് കോട്ടവും നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളെ തേടി എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായോ? അപ്പം ഓറ പ്രാക്ടീസ് എന്ന് പറയുന്നത് അതൊരു വലിയൊരു ക്ലെൻസിങ് പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അതൊരു എനർജറ്റിക് ഫീൽഡ് തന്നെ നമ്മുടെ ബോഡിക്ക് ചുറ്റും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഒപ്പം നമുക്ക് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ചിലരൊക്കെ പറയാറുണ്ട് അവർക്ക് നല്ല ഒരു പേഴ്സണാലിറ്റി ആണെന്ന് പറയാറുണ്ട്. കാരണം അവരുടെ ഓറ അത്രയ്ക്ക് പവർഫുൾ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഓറ പ്രാക്ടീസ് നിങ്ങൾ കഴിയുന്നതും മാക്സിമം 1 വീക്ക് ഒരു സൺഡേ എടുത്തോളൂ. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫുള്ളായിട്ട് ചെയ്യുക. ഡെയിലി ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓറയൊന്ന് വിഷ്വലൈസ് ചെയ്യുക കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.